കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഷോട്ടുകളെ കുറിച്ച് സംസാരിച്ചു. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ആംഗിളുകളെ കുറിച്ചാണ്. അതായത് ക്യാമറയുടെ വീക്ഷണകോണുകളെ കുറിച്ച്. എന്തിനാണ് വ്യത്യസ്ത അളവുകളിലുള്ള ഷോട്ടുകളും അതുപോലെ വ്യത്യസ്ത ആംഗിളുകളിലുള്ള ഷോട്ടുകളും വ്യത്യസ്തമായിട്ടുള്ള മൂവ്മെന്റ്സ് അതായത് മോഷൻസ് ഒക്കെ നമ്മൾ സിനിമയിൽ ഉപയോഗിക്കുന്നത്? അതിനെക്കുറിച്ച് നമുക്ക് വളരെ അധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരു പ്രേക്ഷകൻ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഷോട്ടുകളുടെ സൈസുകൾ, അതുപോലെ ആ കാഴ്ചകളുടെ വീക്ഷണകോണുകൾ അഥവാ ആംഗിൾസ്, ഇവ ഓരോന്നും ആ പ്രേക്ഷകന്റെ മനസ്സിൽ സൃഷ്ടിക്കുന്ന ഇമോഷണൽ വാല്യൂസും അതേപോലെ തന്നെ ഫ്രെയിമിൽ കാണുന്ന കഥാപാത്രങ്ങൾക്ക് നൽകുന്ന പവറും ഒക്കെ വ്യത്യസ്തങ്ങളായിരിക്കും. ഇവ ഓരോന്നും പ്രേക്ഷകന്റെ ഉള്ളിൽ ജനിപ്പിക്കുന്ന അനുഭൂതികളെ കുറിച്ചോ അല്ലെങ്കിൽ അനുഭവങ്ങളെ കുറിച്ചോ ആ പ്രേക്ഷകൻ ബോധപൂർവമായിരിക്കണമെന്നില്ല ആസ്വദിക്കുന്നത്. കാരണം ഇവയെല്ലാം പ്രേക്ഷകരുടെ അബോധ തലത്തിലാണ് വൈകാരികതകളെയോ അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ ഊർജ്ജ നിലകളെയോ ഒക്കെ നിർമ്മിക്കുന്നത്. ക്യാമറയുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വീക്ഷണകോണുകളെ കുറിച്ച് അഥവാ ക്യാമറ ആംഗിൾസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന ഈ ഒരു ഭാഗത്ത് കുറച്ചുകൂടി വിശദമായിട്ട് നമുക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാം. ഈ ചിത്രത്തിലേക്ക് നോക്കൂ. ഈ ചിത്രത്തിൽ കാണുന്ന ആ ക്യാമറമാൻ മുന്നിലുള്ള ക്യാരക്ടറിന്റെ ഐ ലെവലിലാണ് ക്യാമറ പിടിച്ചിരിക്കുന്നത്. അതായത് കണ്ണിനുമായിട്ട് സമാന്തരമായിട്ടായിരിക്കും അതിന്റെ ക്യാമറ നിൽക്കുന്നത്. അതിനെ 0 ഡിഗ്രി എന്നാണ് വിളിക്കുന്നത്. അതായത് ഒരാളുടെ കണ്ണിന് സമാന്തരമായി ക്യാമറയെ വെച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യുന്ന ആ ആംഗിളിന് പറയുന്ന പേര് ഐ ലെവൽ വ്യൂ എന്നാണ് പറയുന്നത്. 0 ഡിഗ്രി ഷോട്ട് എന്നും പറയാറുണ്ട്. ഈ ഒരു ആംഗിളിൽ നമ്മളൊരു കഥാപാത്രത്തെ സ്ക്രീനിൽ കാണുമ്പോൾ മുന്നിൽ നിൽക്കുന്ന കഥാപാത്രങ്ങൾക്ക് തുല്യനായിട്ടുള്ള ആളായിരിക്കും. അതേപോലെ തന്നെ കാണുന്ന പ്രേക്ഷകന്റെ മനസ്സിലും അയാൾ ഒരു തുല്യനായ വ്യക്തി ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുക. ഈ ഒരു ദൃശ്യത്തിലേക്ക് നോക്കൂ. സ്ട്രൈറ്റ്ലി എബോവ് ആംഗിൾ എന്ന് പറയുന്ന ഒരു ആംഗിൾ ആണിത്. 0 ഡിഗ്രി ലൈനിൽ നിന്നും അഥവാ ഐ ലെവൽ ലൈനിൽ നിന്നും 10 മുതൽ 15 ഡിഗ്രി വരെ ഉയരത്തിൽ നിന്നും ക്യാമറ ഒരാളുടെ മുഖം ചിത്രീകരിക്കുന്നതിനെയാണ് സ്ട്രൈറ്റ്ലി എബോവ് ആംഗിൾ എന്ന് പറയുന്നത്. ഈ ചിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ചിത്രത്തിൽ കാണുന്ന കഥാപാത്രം ഈ കഥാപാത്രത്തിന്റെ മുന്നിൽ നിൽക്കുന്ന കഥാപാത്രത്തിൽ നിന്നും അധികാരപരമായി അല്പം താഴ്ന്ന വ്യക്തിത്വമായിട്ടായിരിക്കും അവതരിപ്പിക്കപ്പെടുന്നത്. പ്രതീക്ഷയോടുകൂടി മുന്നിൽ നിൽക്കുന്ന ആളെ നോക്കുന്ന ഒരു കഥാപാത്രമായിട്ടോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ വിധേയത്വത്തോടു കൂടി മുന്നിൽ നിൽക്കുന്ന കഥാപാത്രത്തെ നോക്കുന്ന ഒരു ഷോട്ടിലോ ഒക്കെ ഈ ഒരു ക്യാമറ ആംഗിൾ ഉപയോഗിക്കാറുണ്ട്. അടുത്തത് എബവ് ആംഗിൾ. ഈ ഒരു ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം കണ്ടതിനേക്കാൾ കുറച്ചുകൂടി വിധേയത്വം കൂടുതലാകുന്നു. അതേപോലെ തന്നെ ആ ഒരു കഥാപാത്രത്തിന്റെ പവർ മുന്നിൽ നിൽക്കുന്ന കഥാപാത്രത്തെക്കാൾ വളരെ കുറവാണെന്നും അതേപോലെ തന്നെ പ്രേക്ഷകൻ അയാളെ കാണുമ്പോൾ അയാളിൽ ഒരു വിധേയത്വ മനോഭാവം കൂടുതലായി ഉള്ളതായും ഒക്കെ നമുക്ക് തോന്നുന്ന വിധത്തിലുള്ള ഒരു ആംഗിൾ ആണിത്. ഈ രീതിയിൽ ആംഗിൾ മാറുന്നതിനനുസരിച്ച് ആ കഥാപാത്രത്തിന്റെ വിധേയത്വ മനോഭാവം അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന്റെ അപകർഷതാ ബോധം അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിന്റെ നിരാശ ഒക്കെ കൂടുതലായിട്ട് പ്രതിഫലിപ്പിക്കാൻ ഈ ഒരു ആംഗിളിലൂടെയുള്ള കാഴ്ചയ്ക്ക് സാധിക്കും. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകന്റെ അബോധ തലത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള വീക്ഷണ കോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ കഥാപാത്രത്തിന്റെ മാനസികാവസ്ഥയെ അല്ലെ ദൗർബല്യത്തെ പ്രേക്ഷകന്റെ ഉള്ളിൽ അനുഭവപ്പെടുത്തുവാനായിട്ട് സാധിക്കും. അടുത്തത് ഹൈ ആംഗിൾ. ഈ ഒരു ആംഗിളിൽ നിന്നുള്ള കാഴ്ച നമ്മൾ ആദ്യം കണ്ട കാഴ്ചകളെക്കാൾ കൂടുതൽ ദുർബലനായ ഒരു കഥാപാത്രത്തെ ആയിരിക്കും നമ്മുടെ മുന്നിൽ കാണുന്നത്. അതേപോലെ തന്നെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ഒരു കഥാപാത്രത്തിന്റെ മാനസിക വ്യാപാരങ്ങളെ പ്രതിഫലിപ്പിക്കാനായിട്ടും ഈ ഒരു ആംഗിൾ ഉപയോഗിക്കാറുണ്ട്. ബേഡ്സ് ഐ വ്യൂ. ഈ ഒരു ആംഗിളിൽ കഥാപാത്രത്തെ കാണുമ്പോൾ കഥാപാത്രം വളരെ അശക്തനായിട്ടുള്ള ഒരു കഥാപാത്രമായി നമുക്ക് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ആ കഥാപാത്രം നിൽക്കുന്ന അല്ലെങ്കിൽ നടക്കുന്ന ചുറ്റുപാടുകളെ കൂടി ഫ്രെയിമിൽ ഉൾപ്പെടുത്താനായിട്ട് ഇത്തരം ആംഗിളുകൾ ഉപയോഗിക്കാറുണ്ട്. ടോപ്പ് ഡൗൺ ആംഗിൾ.
ഈ രീതിയിലുള്ള ആംഗിൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ആ കഥാപാത്രം സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ നിൽക്കുന്ന പശ്ചാത്തലത്തെ കൂടുതൽ വിശദമായി കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കാം. അതേപോലെ തന്നെ ചില ഫാൻസി ഷോട്ടുകളിലൊക്കെ മനോഹരമായിട്ടുള്ള ചില ഷോട്ടുകളും മൂമെന്റുകളും ഒക്കെ എടുക്കാനായിട്ട് ഇത്തരം ആംഗിളുകൾ ഉപയോഗിക്കാറുണ്ട്. ഈ ഒരു ആംഗിളിനെ 90 ഡിഗ്രി ആംഗിൾ എന്നും പറയാറുണ്ട്. ഇനി വീണ്ടും നമുക്ക് ഐ ലെവൽ ആംഗിളിലേക്ക് ഒന്നുകൂടി പോകാം. നമ്മൾ നേരത്തെ കണ്ടു ഐ ലെവൽ എന്ന് പറയുമ്പോൾ മുന്നിൽ നിൽക്കുന്ന കഥാപാത്രങ്ങൾക്ക് തുല്യനായിട്ടുള്ള ആളായിരിക്കും. അതേപോലെ തന്നെ കാണുന്ന പ്രേക്ഷകന്റെ മനസ്സിലും അയാൾ ഒരു തുല്യനായ വ്യക്തി ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുക. ഐ ലെവലിൽ നിന്നും -15 ഡിഗ്രി ആംഗിളിൽ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഹീറോ ആംഗിൾ. നമ്മുടെ കഥാപാത്രം മറ്റുള്ളവരെക്കാൾ ഒരല്പം മുകളിലാണ് എന്ന് കാണിക്കുന്നതിനാണ് ഈ രീതിയിലുള്ള ഒരു ആംഗിൾ പൊതുവെ ഉപയോഗിക്കാറ്. അതായത് നമ്മൾ നേരത്തെ കണ്ടു ഐ ലെവൽ എന്ന് പറയുമ്പോൾ മുന്നിൽ നിൽക്കുന്ന കഥാപാത്രങ്ങൾക്ക് തുല്യനായിട്ടുള്ള ആളായിരിക്കും. അതേപോലെ തന്നെ കാണുന്ന പ്രേക്ഷകന്റെ മനസ്സിലും അയാൾ ഒരു തുല്യനായ വ്യക്തി ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുക. അതേസമയം -15 ഡിഗ്രി ആംഗിളിൽ അഥവാ ഹീറോ ആംഗിളിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ആ കഥാപാത്രം മറ്റ് കഥാപാത്രങ്ങളെക്കാൾ ഒരല്പം കൂടി ഉന്നതനായ വ്യക്തിയാണ് എന്നുള്ള ഒരു ഫീലായിരിക്കും അത് കാണുന്ന പ്രേക്ഷകരുടെ ഉള്ളിൽ ജനിക്കുക. സാധാരണയായി നായക കഥാപാത്രത്തെ അഥവാ ഹീറോയെ അവതരിപ്പിക്കുന്ന ഷോട്ടുകളിൽ ഈ ഒരു ആംഗിൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഹീറോ ആംഗിൾ ഷോട്ട് എന്ന് പറയുന്നത്. അടുത്തത് ലോ ആംഗിൾ ഷോട്ട്. ഒരു ഉന്നതനായ വ്യക്തിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഇത്തരം ഷോട്ടുകൾ ഉപയോഗിക്കുന്നത്. അതായത് സ്ക്രീനിൽ കാണുന്ന മറ്റ് കഥാപാത്രങ്ങളെക്കാൾ അധികാരപരമായിട്ടോ മസിൽ പവറിന്റെ കാര്യത്തിലോ ഒക്കെ വളരെ ഉന്നതനായ ഒരു വ്യക്തിയാണ് എന്ന് കാണിക്കുന്നതിനായിട്ട്, അഥവാ ആ ഒരു ഉന്നതത്വം, ആ ഒരു അപ്രമാദിത്വം പ്രേക്ഷകന്റെ മനസ്സിൽ ഫീൽ ചെയ്യിക്കുന്നതിനാണ് ഈ ഒരു ആംഗിളിലുള്ള ഷോട്ടുകൾ ഉപയോഗിക്കുന്നത്. നായകന്റെ എതിരാളിയെ, വില്ലനെ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീനുകളിൽ ഇത്തരം ഷോട്ടുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നായകനേക്കാൾ വലിയൊരാളാണ് വന്നിറങ്ങുന്നത് എന്ന് കാണിച്ചാൽ മാത്രമേ അയാളെ പ്രതിരോധിച്ച് തോൽപ്പിക്കാൻ മാത്രമുള്ള ഒരു ശക്തിയിലേക്ക് നമ്മുടെ നായകൻ വരണം എന്നുള്ള ഒരു ക്യാരക്ടർ ആർക്കിനെ കുറിച്ചുള്ള ബോധം പ്രേക്ഷകന്റെ ഉള്ളിൽ നിർമ്മിക്കപ്പെടുകയുള്ളൂ. ക്യാരക്ടർ ആർക്ക് അത്രയും കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ വിശദമായിട്ട് സംസാരിക്കാം. ഇപ്പൊ ഞാൻ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് മറ്റ് കഥാപാത്രങ്ങളെക്കാൾ അതിശക്തനായിട്ടുള്ള ഒരാളാണ് വരുന്നത് എന്ന് കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഷോട്ടുകളാണ് ലോ ആംഗിൾ ഷോട്ടുകൾ. ഈ ലോ ആംഗിൾ ഷോട്ടുകളൊക്കെ കമ്പോസ് ചെയ്യുന്നതിന് വേറെ ഒരുപാട് തിയറികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വരുന്ന ഭാഗങ്ങളിൽ കൂടുതൽ വിശദമായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. അടുത്തത് ഗ്രൗണ്ട് ലെവൽ ഷോട്ട്. സാധാരണയായി വലിയ ബിൽഡിങ്ങുകളുടെയൊക്കെ ഉയരത്തെ കാണിക്കുവാനും അതേപോലെ തന്നെ ഫാൻസി ആയിട്ടുള്ള ഇമാജിനറി ആയിട്ടുള്ള വിഷ്വൽസ് ഒക്കെ എടുക്കുവാനാണ് ഇത്തരം ആംഗിളുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത്. അതേപോലെ തന്നെ ഫൈറ്റ് സീനുകളിലൊക്കെ ഈ ഒരു ആംഗിൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ബേഡ്സ് ഐ വ്യൂ എന്ന് പറയുന്നത് മുകളിലൂടെ പറന്നു പോകുന്ന ഒരു പക്ഷിയുടെ കാഴ്ചകോണിൽ കാണുന്നതിനെയാണ് ബേഡ്സ് ഐ വ്യൂ എന്ന് പറയുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ തറനിരപ്പിൽ നിന്നും ഒരു മണ്ണിര അല്ലെങ്കിൽ ഒരു പുഴു മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്തായിരിക്കും, ആ രീതിയിൽ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്നതിനെയാണ് വേംസ് ഐ വ്യൂ എന്ന് പറയുന്നത്. സാധാരണയായി കാൽപാദത്തിനടിയിൽ നിന്നുള്ള ഷോട്ടുകളൊക്കെ നമ്മൾ ഒരു ഫാൻസി ഷോട്ടുകളായിട്ട് എടുക്കാറുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ഷോട്ടുകളും വേംസ് ഐ വ്യൂ ആയിട്ട് എടുക്കാറുണ്ട്. ഇവയെ കൂടാതെ മറ്റ് ചില ആംഗിളുകൾ കൂടിയുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഡച്ച് ആംഗിൾ അഥവാ റഷ്യൻ ആംഗിൾ എന്നൊക്കെ വിളിക്കുന്ന ട്വിസ്റ്റഡ് ആംഗിൾ. ഒരു ഫ്രെയിമിനെ ഇടത്തോട്ടോ വലത്തോട്ടോ ചെരിച്ച് വെച്ച് കമ്പോസ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്നതിനെയാണ് ഡച്ച് ആംഗിൾ അഥവാ ട്വിസ്റ്റഡ് ആംഗിൾ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഗാന ചിത്രീകരണങ്ങളിൽ അഥവാ സോങ് ഷൂട്ട് ചെയ്യുമ്പോൾ ഇത്തരം ആംഗിളുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ സ്റ്റണ്ട് സീനുകളിൽ അഥവാ സംഘടന രംഗങ്ങളിൽ, അഡ്വഞ്ചർ സീനുകളിൽ ഒക്കെ ഈ ഒരു ആംഗിൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ കോമഡി രംഗങ്ങളിലും ഈ ഒരു ആംഗിൾ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. ഈ ഒരു ആംഗിളിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥതലം എന്ന് പറയുന്നത്
അപഭ്രംശനം സംഭവിച്ച അല്ലെങ്കിൽ കലുഷിതമായിട്ടുള്ള മാനസിക വ്യാപാരങ്ങളെയൊക്കെ ചിത്രീകരിക്കാനായിട്ട് ഈ ഒരു ആംഗിള് വളരെ മികച്ച രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ പരിചയപ്പെട്ട എല്ലാ ആംഗിളുകളെയും ഒരിക്കൽ കൂടി നമുക്കൊന്ന് നോക്കാം.